Good afternoon. Good afternoon, ma'am. Good afternoon. മീല മിസ്സിന് പകരം ഞാനാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. പ്രയർ ആരാണ്? ഞാനാണ് മാം. പറഞ്ഞോ നിത്യ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോഹരമായി സ്വഗേഹമായി വസിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സൈൻ ഇൻ പറഞ്ഞോട്ടാ. സൈൻ ഇൻ ആൻഡ് തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോട്ടാ. സൈൻ ഇൻ ഞാൻ പറയാം മിസ്സേ ശ്രീലക്ഷ്മി. നമ്മള് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റിയിട്ട് ഒരു കുറച്ച് 2-3 GK പോയിന്റ്സ് പറയാം. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കാരണം നമ്മുടെ രാമായണം എഴുതിയിട്ടുള്ളത് വാൽമീകിയാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പൊ അതിനെപ്പറ്റി പറയാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മരിച്ച ഓർമ്മ ദിവസം ഈ അടുത്ത് കഴിഞ്ഞു പോയിരുന്നു. അതുപോലെ നമ്മുടെ കേരള കലാമണ്ഡലം തൃശ്ശൂർ ചെറുതുരുത്തിയില് സ്ഥാപിച്ചതും വള്ളത്തോൾ നാരായണ മേനോനാണ്. അന്യം നിന്ന് പോകുന്ന കേരളത്തിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന കേരള കലാമണ്ഡലം. കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം പോലെയുള്ള തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം. 1930-ലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചിട്ടുള്ളത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മാതൃഭാഷയ ഒരു ഭാഷാ സ്നേഹിയായിട്ടുള്ള ഒരു കവി കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ലാംഗ്വേജസ്, അതർ ഫോറിൻ ലാംഗ്വേജസ് നമ്മൾ പഠിച്ചാലും നമ്മൾ നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കണം എന്ന് ഉള്ള ഒരു ആശയം ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെയൊക്കെ CBSE സ്കൂളുകളിലാണ് ചേർക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷിന് പ്രാധാന്യം ഉണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴായാലും മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ വേറെ ഭാഷകൾ നമ്മൾ സംസാരിക്കണം. പക്ഷെ അത് മാതൃഭാഷേനെ മറന്നുകൊണ്ടാവരുത്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും. അതിനുശേഷം മാത്രമാണ് അത് മറ്റുള്ള ഭാഷകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏതൊരാൾക്കും പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ സ്നേഹം തുളുമ്പുന്ന ഒരു കവിതയാണ് എന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള കവിത. അതിലെ 4 വരി ചൊല്ലാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിക്കിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അതായത് ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാലെന്നാണ് അർത്ഥം. നമ്മുടെ എത്രയൊക്കെ വേറെ ഭക്ഷണങ്ങൾ കഴിച്ചാലും കുട്ടികൾക്ക് ആ ഒരു അമ്മിഞ്ഞപ്പാല് കുടിച്ചാൽ മാത്രമാണ് അവര് പൂർണ്ണ വളർച്ച നേടൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊക്കെ ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാലും മാതൃഭാഷ തന്നെ വേണം നമ്മുടെ കയ്യിൽ. എപ്പോഴും അതൊരു അമ്മയെ പോലെ സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയൊരു ആശയമാണ് ഇതിലൂടെ കവി പറയണത്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഞാനാണ് മാം ഫാത്തിമ. ഓക്കെ ഫാത്തിമ പറഞ്ഞോടാ. Education is the movement from darkness to light. അലൻ ബുക്ക്. ഓക്കെ, നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത്? സോറി, നീഡ്സ് അല്ലായിരുന്ന അല്ലേ? ഓക്കെ, ഹയറാർക്കി ഓഫ് നീഡ്സ് ആണോ എടുത്തോണ്ടിരുന്നത്?
അതെ മാം, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മിസ് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടല്ലോ? എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിലെ നീഡ്സ്. ഓക്കെ, ഇനി നമ്മൾ നീഡ് കൺസെപ്റ്റിലേക്കാണ് പോകാവുന്നത്. 1 മിനിറ്റ് ഷെയർ ചെയ്യാം കേട്ടോ. PDF ഷെയർ ചെയ്തിട്ടില്ലേ? 1 മിനിറ്റ് കേട്ടോ. മിനിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ്. കാണാലോ എല്ലാവർക്കും? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ പാർട്ടില്ലേ, പാർട്ട് 1 ഫുൾ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, പാർട്ട് 2 ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കംപ്ലീറ്റ് ആവാനുണ്ട്? സൈക്കോളജിയുടെ ഒരു 2 ചാപ്റ്റർ ഉണ്ടല്ലോ. സൈക്കോളജി കംപ്ലീറ്റ് ആവാനുണ്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. ഇപ്പൊ എന്റെ നീഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റോ? അത് കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും മാത്രമാണ് പെൻഡിങ് ഉള്ളത്. ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. നമ്മളിപ്പോ നീഡ് കൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. നോക്കാം. The closely connected with the concept derived is the concept of needs. അപ്പോ concept of needs derive ചെയ്തിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് on animals have been demonstrated that needs are connected with the motivation. നമ്മുടെ ഹ്യൂമൻ ബേസിലും അനിമൽസിലും നടത്തിയ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയും പഠനത്തിലൂടെയുമാണ് നമുക്ക് ഈ നീഡ് കൺസെപ്റ്റ് നമ്മൾ ഡെറൈവ് ചെയ്തെത്തിയിരിക്കുന്നത്. ഹ്യൂമൻ ബേസിൽ നമ്മുടെ നീഡ്സിനെ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എത്രയായിട്ടാണ്? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നീഡ്സ് ആർ ബയോളജിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ. എങ്ങനെയാണ് ബയോളജിക്കൽ നീഡ്സും സൈക്കോളജിക്കൽ നീഡ്സും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹെൻറി മുറെ ഇൻവോൾവ്ഡ് നമ്മുടെ എബ്രഹാം മാസ്ലോ പോലെ തന്നെ നീഡിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഒരു തിയറി കണ്ടെത്തിയ വ്യക്തിയാണ്, മഹത്തായ വ്യക്തിയാണ് ഹെൻറി മുറെ എന്ന് പറയുന്ന വ്യക്തി. നീഡ് തിയറിയിൽ പറയുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് ലിസ്റ്റുകൾ പറയുന്നത് ഇന്ന നീഡുകൾ വേണം എന്ന് പറയുന്നുണ്ട്. He suggests a long list which includes such needs as need for achievements. അപ്പോ അദ്ദേഹം ഒരു ലോങ് ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അതിൽ വരുന്നത് ഫസ്റ്റ് അച്ചീവ്മെന്റ്സ് ആണ്, നേട്ടം, എന്തെങ്കിലും നേടിയെടുക്കാം എന്നുള്ളത് മനുഷ്യന്റെ ഒരു നീഡല്ലേ. മാസ്ലോ നമ്മള് 5 നീഡ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ മുതൽ ഫിസിയോളജിക്കൽ മുതൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരെയുള്ള 5 നീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഹെൻറി മുറെ പറയുന്നത് ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് നീഡ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യം വരുന്നതാണ് അച്ചീവ്മെന്റ്സ്. അച്ചീവ്മെന്റ്സ് എന്ന് വെച്ചാൽ നേടിയെടുക്കാം, നല്ല എക്സാമുകളിൽ നല്ല മാർക്ക് നേടിയെടുക്കാം, ജോലി നേടിയെടുക്കാം. അതൊക്കെ ഒരു എന്താണ്, ഒരു നീഡാണ്. അക്വിസിഷൻ, ഏറ്റെടുക്കൽ, അക്വയർ ചെയ്യുക, ഏറ്റെടുക്കുക. അഫിലിഗേഷൻ എന്ന് പറഞ്ഞാല് അംഗീകാരം നേടാം. നമ്മൾ അഫിലിഗേറ്റ് ചെയ്യുക, നമ്മൾ ആൾക്കാരെ അംഗീകരിക്കാം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നീഡാണല്ലേ സൊസൈറ്റിയിൽ നമുക്കൊരു അംഗീകാരം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ എല്ലാവരും നമ്മളൊന്ന് അംഗീകരിക്കണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അഗ്രഷൻ ആക്രമണമാണ്. ഓട്ടോണമി, സ്വയം ഭരണം, അധികാരം. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, എല്ലാ കാര്യവും എന്റെ കൺട്രോളിൽ പോകണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഓട്ടോണമി. ചില ആൾക്കാർക്ക് എങ്ങനെയാണ് സ്വയം ഭരണം, എല്ലാ കാര്യങ്ങളും കൺട്രോൾ എന്റെ കയ്യിൽ തന്നെയാണ് ആവണമെന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ആണ്, നിർമ്മാണ ബുദ്ധി. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഡിഫൻസ് ആണ്, പ്രതിരോധം, അതൊരു നീഡാണ്. ഡൊമിനൻസ്, ആധിപത്യം. പിന്നെ എക്സിബിഷൻ, പ്രദർശനം. പിന്നെ സുപ്രീമിറ്റി എന്നുവെച്ചാല് ശ്രേഷ്ഠത. ദെൻ നെക്സ്റ്റ് ഒരു നീഡാണ്
ഇത്രയും നീഡ്സുകൾ ഒരു മനുഷ്യനുണ്ടെന്നാണ് ഹെൻറി മുറെ പറയുന്നത്. ഇത്രയും നീഡ്സുകൾ ഉണ്ട്. അപ്പൊ മേ ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ നീഡ്സ് ഓഫ് ഹെൻറി മുറെ എന്ന് ചോദിച്ച് ഈ പേരുകൾ പറഞ്ഞാൽ നമ്മൾ ഓൾ ഓഫ് ദ എബോവ് കൊടുക്കാം. വിച്ച് ഓഫ് ദ നീഡ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹെൻറി മുറെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും നീഡ് മാറ്റി തരാനുള്ള ചാൻസ് ഉണ്ട്. അച്ചീവ്മെന്റ്, അക്വിസിഷൻ, അഫിലിയേഷൻ ഓർ ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ നീഡ്. അങ്ങനെ ഇപ്പൊ നീഡുകളുടെ പേരുകൾ പഠിച്ചു വെക്കാം. അതിന്റെ മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അത് വേറെ ഫുൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകണം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മുറയുടെ ഒപ്പീനിയനിൽ the need is hypothetical force that perform the duties of an organizing precision, intelligence and action of an individual. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്തികരമല്ലാത്ത ഒരു ഹൈപ്പോത്തിക്കൽ ഫോഴ്സ് ആണ്. ഒരു വ്യക്തിയുടെ ഒരു ഹൈപ്പോത്തിക്കൽ ഫോഴ്സ് ആണ് എന്ത് ഈ പറഞ്ഞ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ കൊണ്ട് ആ ഒരു ഹൈപ്പോത്തിക്കൽ ഫോഴ്സ് സംതൃപ്തി അതൊന്ന് അച്ചീവ് ചെയ്യുക. അതിന്റെ ഈ ഒരു നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രിസ്ക്രിപ്ഷൻസ്, അദ്ദേഹത്തിന്റെ ഊഹങ്ങളായിരിക്കും, അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ആയിരിക്കും. ആ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി ഈ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലെ? ഞങ്ങൾക്ക് ലെവലിലെല്ലാവരും എന്താണ് മോണ്ടിസോറി ടീച്ചിങ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും നീഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിരിക്കും അല്ലെ? ഇത് കൂടാതെ ടോപ്പർ ആവാനായിട്ട് ചിലവർ ആഗ്രഹിക്കും ഇല്ലേ? ആഗ്രഹിക്കുന്നില്ല നിങ്ങളാരും? ഓക്കെ, അച്ചീവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടോപ്പർ ആയി കഴിഞ്ഞാൽ അവർക്ക് മെമ്മന്റോം അതേപോലെ സർട്ടിഫിക്കറ്റും ടോപ്പറിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ട്? ഓക്കെ. അപ്പൊ ടോപ്പേഴ്സിനൊരു നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ ഇപ്പൊ കോൺവെക്കേഷൻ ആവട്ടെ എന്തൊരു ഫംഗ്ഷൻ ആവട്ടെ ടോപ്പേഴ്സിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. നിങ്ങളുടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്, എല്ലാവരും പഠിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു എന്താണ് ഒരു അച്ചീവ്മെന്റ് ആണ് അത്. ടോപ്പർ ആവണം എന്നുള്ളത് നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് ആണ്, ഒരു നേട്ടമാണ് അല്ലെ? അപ്പൊ അതാണ് എന്ത് ഒരു വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസും ആക്ഷനിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഹെൻറി മുറെ നീഡ്സ് പറയുന്നത്. Then unsatisfied need would cause the person to work that should be sustained till satisfaction has been gained. അപ്പൊ നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ആവശ്യം, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം. ഇത് നമ്മൾ ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര നാള് കഴിഞ്ഞിട്ടാണെങ്കിലും അത് അച്ചീവ് ചെയ്യാന്നുള്ളത് നമ്മുടെ സ്പിരിറ്റ് ആണ്. എന്നുവെച്ചാല് നമുക്ക് ഒരു നീഡ് സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു കാര്യം പോലെ തന്നെയാണ് എന്റെ നീഡ് പറഞ്ഞാൽ ഒരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അത് കുറെ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ടും പ്രയത്നവും എന്റെ ടൈമും മടിയില്ല, എന്റെ ടൈമും എഫേർട്ടും ഒക്കെ ഇടുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് എന്റെ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആഗ്രഹമാണ്, എന്റെ ഒരു അംബീഷൻ ആണ് അങ്ങനെ ആകണം എന്നുള്ളത്. സോ ഞാൻ എന്റെ ഫുൾ എഫേർട്ട് എടുക്കുകയാണ് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു PSC എക്സാം ആണെന്ന് വിചാരിക്കും. PSC എക്സാമില് ഒരു വർഷമല്ല 2 വർഷമല്ല, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് മേ ബി 3 to 4 years ഒക്കെ ഡെഡിക്കേഷൻ കൊടുത്ത് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. അപ്പൊ ചിലപ്പോൾ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, അവർ PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മാക്സിമം ആ ഒരു ജോബ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിസ്റ്റിൽ വരും, മേ ബി സെലക്ഷൻ കിട്ടില്ല, വീണ്ടും അവർ പ്രയത്നിക്കും, മേ ബി അടുത്ത പ്രാവശ്യം ലിസ്റ്റിൽ വരില്ല, പിന്നത്തെ പ്രാവശ്യം എഴുതുമ്പോൾ ലിസ്റ്റിൽ വരും. അത് വീണ്ടും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അവർ ആണ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു നീഡ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ ആ നീഡിന് വേണ്ടി വീണ്ടും വീണ്ടും എന്ത് ചെയ്തോണ്ടിരിക്കും? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങളാരും നമ്മളെ കൊണ്ട് പറ്റാത്ത ഈ ലോകത്ത് ഒരു കാര്യവുമില്ല. നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ വിൽ പവർ, നമ്മളുടെ ആ ഒരു എന്താ പറയാ ഒരു അംബീഷന് എത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും. ഇനി എബ്രഹാം മാസ്ലോ അറേഞ്ച് ദ നീഡ് ഇൻ ദ ഹെറാർക്കി. നമ്മൾ എബ്രഹാം മാസ്ലോ നീഡ് ഓഫ് ഹെറാർക്കി അറേഞ്ച് ചെയ്ത് കണ്ടല്ലോ. 5 നീഡ്സുകൾ കണ്ടല്ലോ. ഇൻവോൾവ് ഇസ് ഓൺ സിസ്റ്റം ഓഫ് നീഡ്സ്. ഈ 5 നീഡ്സിനും അദ്ദേഹം
രണ്ട് സിസ്റ്റം ഓഫ് നീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഡെഫിനിറ്റ് നീഡ് ആണ്. എന്താണ് ഫസ്റ്റ് പറയുന്നത്? ഡെഫിസിറ്റ് നീഡ്. ഫസ്റ്റ് പറയുന്നത് ഡെഫിസിറ്റ് നീഡ് ആണ്. ഓക്കെ, എന്താണ് ഡെഫിസിറ്റ് നീഡ്? സെക്കൻഡ് ആണ് ഗ്രോത്ത് നീഡ്. എന്താണ് ഗ്രോത്ത് നീഡ്? ദ ഡെഫിസിറ്റ് നീഡ് കൺസിസ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്. അപ്പോ ഡെഫിസിറ്റ് നീഡിൽ വരുന്നത് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഹങ്കർ, തേഴ്സ്റ്റ് ഒക്കെയാണ്. വൺസ് ദീസ് നീഡ്സ് ആർ ഫുൾഫിൽഡ് ദ പേഴ്സൺ ട്രൈസ് ടു സേഫ്റ്റി നീഡ്. അപ്പോ ഈ ഒരു സൈക്കോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതിലേക്ക് പോകും? സേഫ്റ്റി നീഡ്സിലേക്ക് പോകും. ആൻഡ് ബിലോങ്നെസ് നീഡ് ആൻഡ് എക്സ്റ്റീം നീഡ്. അപ്പോ ഡെഫിസിറ്റ് നീഡിൽ വരുന്ന നീഡ്സ് ഏതൊക്കെയാണ്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് ആയിട്ട് നടക്കും. കാരണം പാരഗ്രാഫ് വൈസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയെടുത്തോ, അല്ലെങ്കിൽ മാർക്ക് ചെയ്തെടുത്തോ. ഓക്കെ, എന്താ പറഞ്ഞത്? എബ്രഹാം മാസ്ലോ arranged the need of hierarchy, its own system of needs. അതിന് നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു ഡെഫിസിറ്റ് നീഡ്. ഈ ഡെഫിസിറ്റ് നീഡ്സിന് നമ്മൾ 4 ഉള്ളത്. ഒന്ന് എന്താണ്? സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് ബിലോങ്നെസ് നീഡ് ആൻഡ് എക്സ്റ്റീം നീഡ്സ്. അടുത്തത് ഗ്രോത്ത് നീഡ് ആണ്. എന്താണ്? ഗ്രോത്ത് നീഡ് ആണ്. ഗ്രോത്ത് നീഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന നീഡാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. The growth need, there is only one need such as self-actualization need. ഏതാണ് വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആണ്. ഓക്കെ, ഈ കൺസെപ്റ്റ് മുതൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അവിടെ വരുമെന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കാം, മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മുടെ എബ്രഹാം മാസ്ലോവിന്റെ നീഡ് സിസ്റ്റത്തിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെഫിസിറ്റ് നീഡെന്നും ഗ്രോത്ത് നീഡെന്നും. ഡെഫിസിറ്റ് നീഡിന് നമ്മൾ 4ആയിട്ട്, ഡെഫിസിറ്റ് നീഡിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ 4 നീഡ്സുകൾ. ഏതൊക്കെയായിരുന്നത്? സൈക്കോളജിക്കൽ, സേഫ്റ്റി, ബിലോങ്നെസ് ആൻഡ് എക്സ്റ്റീം നീഡ്. ആൻഡ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്ന ആകെ ഒരു നീഡുള്ളൂ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായാലോ അത്? കാരണം മിക്കപ്പോഴും കുട്ടികൾ ഡൗട്ട് ചോദിക്കാറുണ്ട് ആ പോർഷൻ, അവർക്ക് അങ്ങനെ വ്യക്തമായില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ്. Maslow as a feminist believed in individual difference and degree of needs. ഓക്കെ, നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. The order of needs began from the basic survival to higher order level. ഓക്കെ, നമ്മുടെ ഈ നീഡ് എന്ന് പറയുന്നത് ബേസിക് സർവൈവൽ മുതൽ ഹയർ ഓർഡർ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. There are psychological need, safety need, love and belongingness need, extreme need and self-actualization need. അപ്പൊ നമ്മളുടെ മാസ്ലോ പറഞ്ഞിരിക്കുന്ന നീഡ് ഓഫ് ഹൈറാർക്കിയിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? സൈക്കോളജിക്കൽ നീഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. പിന്നെ സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, എക്സ്റ്റീം നീഡ്, അറ്റ് ലാസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫില്, നമ്മുടെ ലൈഫിനെ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൂമെന്റ് ആയിരിക്കും ചിലപ്പോ. മേ ബി എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മൂമെന്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നൊക്കെ പറയുന്നത്. ചില കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു മിസ് ഇന്ന്,
നിങ്ങളുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ഏറ്റവും ഹാപ്പി. കാരണം ഒരു വർഷത്തെ എഫേർട്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളുടെ എഫേർട്ടാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ദിവസമാണ് ആ ഒരു ദിവസം നമുക്ക് ആ ഒരു കോൺവെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓർ ചില കുട്ടികള് നമുക്ക് മെസ്സേജ് അയക്കുന്നത് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവർക്ക് ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുന്നില്ല. ചില കുട്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയി നമ്മള് മേ ബി ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അന്നത്തെ ദിവസം കോൾ ചെയ്യാറുണ്ട്. മേ ബി വീഡിയോ കോളോ എങ്ങനെ ക്ലാസ് ഒന്ന് കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും കുട്ടികളും ടീച്ചർക്കും കൂടെയുള്ള ഫോട്ടോസ് എടുത്ത് അയച്ചു തരാറുണ്ട്. അപ്പൊ അവര് പറയും ഇന്നാണ് മിസ് ഞങ്ങള് ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടും നമ്മളുടെ ഗൈഡൻസ് കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച് അച്ചീവ് ചെയ്യുന്ന നേടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ? ഓക്കെ, നമ്മൾ ഇനി 2 പാരഗ്രാഫാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ നോക്കട്ടോ. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ് ഈസ് ഇന്നെവിറ്റബിൾ ഫോർ സർവൈവൽ. നിങ്ങൾക്ക് അറിയാലോ ഫിസിയോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഒക്കെയാണ്. ഒരു വ്യക്തിയുടെ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡാണ് എന്ത്? ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, when these needs are not fulfilled for a long time, other needs will be retained to be background. എന്ന് വെച്ചാൽ നമ്മൾ ഈ നീഡ് ഒരുപാട് നാളായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി എല്ലാ നീഡ്സും അവിടെ റീറ്റെയിൻ ചെയ്യും ബാക്ക്ഗ്രൗണ്ടിൽ. മറ്റു നീഡ്സിലേക്ക് നമ്മൾ പോകില്ല. അവിടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ആദ്യം വരുന്നത്. ഫുഡും വാട്ടറും ഷെൽട്ടറും ആണ്. നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഫുഡ്, വാട്ടർ, ഷെൽട്ടറിനാണ്. മാസ്ലോ മേക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡ് ഡിപ്രീഷിയേഷൻ ആൻഡ് എൻഡ് ഗ്രാവിറ്റേഷൻ. നമുക്ക് നോക്കാം കേട്ടോ. When a boy or girl is devoid of food, he or she will be motivated to do something to become dominant. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെ കൊടുക്കുന്നില്ല, അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ മേ ബി അവർ മോട്ടിവേറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യും അല്ലെ. As children do not know the method how to protect themselves, they must be protected, properly protected. നമുക്കറിയാം കുട്ടികള് അവർക്ക് എങ്ങനെയാണ് സ്വയമേ പ്രൊട്ടക്ട് ചെയ്യണത് എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ പാരന്റ്സ്, സൊസൈറ്റി അവരെ പ്രൊട്ടക്ട് ചെയ്യണം. നെക്സ്റ്റ് നീഡാണ് ആ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ്. Then love and belongingness need is based on social development of the child. Love and belongingnessലേക്ക് വരുമ്പോഴാണ് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടികളോട് നല്ല സ്നേഹത്തോടുകൂടി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ വളർത്തിക്കൊണ്ട് വരണം. The children who have been devoid of love frequently and develop symptoms of malajustment. ഒരുപാട് നാളായിട്ട് അവർക്ക് സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മേ ബി അങ്ങനെ വരുമ്പോ ആ ഒരു സിംറ്റം മേ ബി മാലഡ്ജസ്റ്റ്മെന്റ്, അവർ സൊസൈറ്റിയിലോട്ട് അഡ്ജസ്റ്റ് ആവാത്തൊരു ക്യാരക്ടറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. That need for love and affection emerge during infancy when the affectionate relationships are established and they become a powerful force of motivation. നിങ്ങൾക്ക് അറിയോന്ന് പറഞ്ഞോളൂ, കുട്ടികളിലാണ് ഇൻഫൻസി സ്റ്റേജിൽ മുതലാണ് ഈ ലവ് ആൻഡ് അഫെക്ഷൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്, എമർജ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ടൈം മുതൽ നമ്മൾ നല്ല അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കുട്ടിയായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു പവർഫുൾ ഫോഴ്സ് ആണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫോഴ്സ് ആണ് എന്ത്, ഈ ലവ് ആൻഡ് അഫെക്ഷൻ. എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം, എ ടീച്ചർ ഹൂ ഈസ് വാം ഹാർട്ടഡ് ഈസ് ഓൾവേസ് ലൈക്ഡ് ബൈ ദി ചിൽഡ്രൻ. നമ്മൾ എപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളുടെ ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കണം. ചിലപ്പോ മേ ബി കുട്ടികളോടുള്ള ടീച്ചേഴ്സിന്റെ പെരുമാറ്റം മൂലം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളോട് നല്ലൊരു കമ്പനി ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. എനിക്കതാ ഇഷ്ടം. വഴിയെടുത്ത് തരേണ്ടത് ഇഷ്ടമല്ല. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, അവരുടെ ഫ്രണ്ട് ആയിട്ട് കലണ്ട് കിട്ടുമ്പോൾ ഇഷ്ടം. അപ്പൊ വെച്ചാല് നമ്മൾ തമ്മിൽ അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. പണ്ടത്തെ ടീച്ചേഴ്സൊക്കെ നമുക്ക് പേടിയായിരുന്നില്ലേ. ഞാൻ ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴേ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ്. ഒരു കാരണവശാലും പഴയ ടീച്ചേഴ്സിനെ പോലെ ആവില്ല, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പോലെ ആവില്ല ഞാൻ ഇന്ന്. ഒരു എക്സാമ്പിൾ ഉണ്ട്. അതേപോലെ ആവാൻ പാടില്ല, എന്റെ ടീച്ചറെ പോലെ ആവാൻ പാടില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ ആവണം, കുട്ടികളോട് സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം. പിന്നെ അവരോടൊപ്പം ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ടൈം ഞാൻ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ
അപ്പൊ എല്ലാവരും അതേപോലെ തന്നെ ആഗ്രഹിക്കും നമ്മുടെ കുട്ടികളെ, നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ ഡിഫറൻസ് ഒന്നും കാണിക്കാൻ പാടില്ല. നമ്മുടെ ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കുട്ടി നമ്മളുള്ള ഡിഫറൻസ് ചിലപ്പോൾ എനിക്ക് തോന്നാറില്ല, സെയിം ആയിട്ടാണ് തോന്നാറ്. സോ അത് നല്ലൊരു കാര്യമാണ്. Then thus needs emphasize on the need for identification with the group life. The information of the society is based on belongingness and love. നമുക്ക് കുട്ടികളോട് ഒരു നീഡ് ഓഫ് എംഫസൈസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് ഗ്രൂപ്പ് ലൈൻസ് ഒക്കെ അവർ കള്ളൊന്നും നമ്മളോട് പറയാതിരിക്കും, അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ദെൻ നമ്മുടെ സൊസൈറ്റിയുടെ ഫോർമേഷന്റെ ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ ലവ് ആണ് അല്ലെ. നമ്മുടെ സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ എന്താണ്? ലവ് ആൻഡ് ബിലോങ്നെസ് ആണ്. അപ്പൊ ഈ ലവും ബിലോങ്നെസ്സോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, കുട്ടികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ല ഇൻഡിവിജ്വൽസ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, മാസ്ലോ ആസ് എ ഹ്യൂമനിസ്റ്റ് മുതൽ ഈ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ കേട്ടോ, വായിച്ചു നോക്കിയ നിങ്ങള് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ, നോക്കാം കേട്ടോ. The two types of extreme needs ആണ് ഇനി പറയുന്നത്. രണ്ട് ടൈപ്സ് എക്സ്ട്രീം നീഡ്സ് ആണെന്നാണ് പറയുന്നത്. സെൽഫ് എക്സ്റ്റീം നീഡ്സ് ആണ് പറയുന്നത്. രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റിഗാർഡ്. എത്രയായിട്ടാണ് ചെയ്തിരിക്കുന്നത്? സെൽഫ് റെസ്പെക്ട് ആൻഡ് എന്താണ് സെൽഫ് റിഗാർഡ് ആയിട്ട് നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെൽഫ് എക്സ്റ്റീം നീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The two types of extreme needs are self-esteem. Self-esteem needs ആണ് ഈ പറയുന്നത്. Like self-respect and self-regard, relation to self. ഒരു വ്യക്തിനെ ആയിട്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. ഒന്ന് സെൽഫ് റെസ്പെക്ട് ആണ്, റെസ്പെക്ട് ചെയ്യുക, ബഹുമാനം അല്ലെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ബഹുമാനാണ്. ജസ്റ്റ് നമ്മള് ടീച്ചേഴ്സിന്റെ ഒരു ജോബിലൊരു എന്താ പറയാ, ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങള് ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പഠിപ്പിക്കാനൊക്കെ കയറി കഴിയുമ്പോ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളോട് ചെയ്യാണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്ന സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്ന് പറയുമ്പോ അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യും. ടീച്ചറാണല്ലേ എന്നുവെച്ചാൽ ഒരു സൊസൈറ്റിയിൽ ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ആണ് നമുക്ക് ടീച്ചേഴ്സിന് കിട്ടുന്നത്. ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. ബാക്കി ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ഒക്കെയാണ് റെസ്പെക്ട് ഉണ്ട്. എന്നാലും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് സെഷനിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എല്ലാവരും സെയിം റെസ്പെക്ട് ആണ് കിട്ടുന്നത് അല്ലെ. മേ ബി എന്നുവെച്ചാല് ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയായിരുന്നു. ജോബ് പഠിത്തമൊക്കെ കഴിഞ്ഞ്
ഭയങ്കര ബ്രേക്ക് ഒക്കെ വന്ന സമയത്ത് വീട്ടിൽ വേറെ ജോലിക്കൊന്നും നോക്കത്തില്ല, കുട്ടീനെയും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു ജോബ് ഓഫർ വന്നത്. ഒരു നമ്മളതിൻ്റെതായ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെലക്റ്റഡ് ആയി. ഞാനോട് വർക്ക് ചെയ്തിട്ട് 4 months 5 months ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒത്തിരി മേജറായിട്ടൊരു വലിയ ചോദിച്ചു, മോളിപ്പോ എന്ത് ചെയ്യാ, മോള് പഠിച്ച അങ്ങനെ ചോദിച്ചേ, മോളിപ്പോ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പൊ മോളിപ്പോ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അത്രയും നേരം എന്നോട് ഭയങ്കര വിഷമത്തോട് സംസാരിച്ചു. കാരണം ഞാൻ അത്രയും നാൾ വർക്ക് ചെയ്യണം, വർക്കൊന്നും ചെയ്തില്ല, പഠിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാ വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട്, ടീച്ചറാണല്ലേ ഓ എന്ന് പറഞ്ഞ റെസ്പെക്ട് ആണ് അവിടെ വന്നത്. ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യണേ അല്ലെ എന്ന് പറഞ്ഞപ്പോ ഒരു റെസ്പെക്ട്. നമുക്ക് മനസ്സിലാവും നമ്മളെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ റെസ്പെക്ട് ചെയ്യും, പക്ഷെ അവരിൽ നിന്ന് നമുക്ക് റെസ്പെക്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഭയങ്കരമായിട്ട്. ടീച്ചർ എന്ന് പറഞ്ഞപ്പോഴാണ്, വേറെ എന്ത് ജോലി പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസ്പെക്ട് കിട്ടുമെന്ന്, പക്ഷെ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു നമുക്കൊരു റെസ്പെക്ട് കിട്ടി. അത് നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതുകൊണ്ട് ഇൻസിഡന്റ് ഒത്തിരി നാളായിട്ട് മറക്കാണ്ടിരിക്കെ വെക്കണേ, ഒരുപാട് നാളായിട്ടോ, കുറെ നാളായി, പക്ഷെ അത് നമ്മുടെ മനസ്സിൽ കിടക്കാണ്. ചില ഇത്രയും നാള് നമ്മളെ കൂടെ ഒന്നും പറ്റില്ല, ഹൗസ് വൈഫാണ്, കുട്ടികളെ മാത്രം നോക്കി വീട്ടിലെല്ലോടത്ത് ഒതുങ്ങി പോകും എന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിലാണ് മേ ബി ടീച്ചറായിട്ട് നമ്മൾ അങ്ങോട്ട് വരുമ്പോ അവർ ചിലപ്പോ അതൊരു റെസ്പെക്ട്, മേ ബി കുറെ ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യും, ആ ഒരു പോസ്റ്റും ആ ഒരു കാര്യങ്ങള് ഇതാണ്. ചിലവര് നമ്മളുടെ ആരാധനയോട് കൂടി നോക്കും, സെൽഫ് റിഗാർഡാണ്. പക്ഷെ നമ്മളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചാലും അതേ റെസ്പെക്ട് ആണ് കിട്ടാട്ടോ. ഏത് ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആവട്ടെ, നമ്മൾ മോണ്ടിസോറി KG സെക്ഷനിലെ ടീച്ചേഴ്സ് ആവട്ടെ, നമുക്ക് ഏത് ടീച്ചേഴ്സിനെയും നല്ല റെസ്പെക്ട് ആണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫഷണലായിട്ട് നല്ലൊരു റെസ്പെക്ട് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞത് സെൽഫ് എക്സ്റ്റീം നീഡ് ആണ്. ഇതിലെ 2 types of needs ആണ് നമ്മൾ പറയുന്നത്, സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റിഗാർഡ്. Then there are needs pertaining to respect from others such as reputation, status, success, fame. The need for status and prestige is present in every individual. നമ്മൾ എന്താ പറയാ, ഈ റെപ്യൂട്ടേഷനും സ്റ്റാറ്റസ് ഒക്കെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഇതേ റെസ്പെക്ട് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതേ റെസ്പെക്ട് ആണ്. സെൽഫ് പ്രസ്റ്റീജും സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. Another type of esteem need is feeling superior to others. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മള് മറ്റുള്ളവരെക്കാൾ സുപ്പീരിയർ ആണ്, ഹെഡ് ആണ് എന്നുള്ളത്. അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് പോയാൽ മതി. Failure to satisfy these needs can generate personality disturbance. ചില വ്യക്തികളിൽ ഫെയിലിയേഴ്സ് വരാണെങ്കിൽ, സുപ്പീരിയർ ആവാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മേ ബി നമ്മളൊരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ പ്രൊമോട്ടഡ് ആയില്ല, മറ്റൊരു വ്യക്തിനെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോട്ടഡ് ആയത്. മേ ബി നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. The teacher's attitude towards the student should be always be one encouragement and appreciation. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു, അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനും അവരെ കൊണ്ട് ഓരോ വർക്ക് ചെയ്യാനും അവർ ചെയ്യുന്ന വർക്കുകൾ നല്ല രീതിയിൽ അപ്രിസിയേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഗുഡ് ബോയ്, വെരി ഗുഡ്, സ്റ്റാർ, അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരിക്കും. ഫോർ ദം എഡ്യൂക്കേഷൻ ഇസ് എ വേ ഓഫ് എൻഹാൻസിങ് ദർ ഫാമിലി സ്റ്റാറ്റസ്. ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലിയുടെ സ്റ്റാറ്റസിന്റെ ഒരു കാര്യമാണ്. മസ്റ്റ് ബിലീവ് ദാറ്റ് എനഫ് gratification of esteem lesson the dominant force in personal life. ചില ആൾക്കാർക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യണം ഇത് ഭയങ്കര നിർബന്ധമായിരിക്കും, അത് മേ ബി പേഴ്സണൽ ലൈഫിലൊക്കെ ഡോമിനേറ്റ് ചെയ്യാറുണ്ട്. ദിസ് മേക്ക് ഹിം ടു മൂവ് ഡയറക്ഷൻ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. എന്നാൽ മാത്രം നമ്മൾ സെൽഫ് എക്സ്റ്റീം നീഡ് അച്ചീവ് ചെയ്താൽ മാത്രമാണ്, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് റിഗാർഡും അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് പറയുമ്പോൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണ്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണ്. സെൽഫ് റെസ്പെക്റ്റും സെൽഫ് റിഗാർഡും ഉണ്ട്.
എന്നുവെച്ചാൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്റെ ആരാധനയോട് നോക്കുന്ന ആൾക്കാരുണ്ട് സൊസൈറ്റി തന്നെ. പക്ഷെ ഇപ്പോഴും അവിടെ ബ്രേക്ക് ആയിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാവും. നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, നമ്മളുടെ നീഡ്, നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡ് എന്താണ്, ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇനി അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്ന നീഡ് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. അത് മേ ബി മൈൻഡിന്റെ കുറച്ച് പ്രശ്നമുണ്ട് സെൽഫ് ആക്ച്വലൈസേഷനിൽ. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നീഡാണ്. ഇറ്റ് ഇസ് ഓൾസോ ഡിസ്ക്രൈബ് ആസ് ദ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. മേ ബി സെൽഫ് എക്സ്പ്രഷനെയും സെൽഫ് റിയലൈസേഷനെയും ഒരു നീഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെ കാണും. ചില ആൾക്കാര് ട്രാവൽ ഒക്കെ ചെയ്യും, ഒരുപാട് ദൂരങ്ങൾ ട്രാവൽ ചെയ്യും, അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാവലിംഗ് ഒക്കെ. അതേപോലെ തന്നെ നമ്മൾ എന്താണോ ആ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായിരിക്കും നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്തോ ഇല്ലെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദ പെർഫെക്ഷൻ വിച്ച് മീൻസ് fulfilling one's individual nature in all its aspects. ഒരു വ്യക്തിയുടെ എന്താണ് ആ പെർഫെക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും നോക്കുന്നുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നോക്കുന്നുണ്ട്. എവറി ഇൻഡിവിജ്വൽ ഈസ് prone to think that there is something for which he is best suited. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് കാര്യത്തിലാണ് ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ളത്, നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. The need for self-actualization should be adjusted to pupils' total environment, his capability, opportunity for self-expression. നമ്മൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ എൻവയോൺമെന്റിന് അതിലേക്ക് അഡ്ജസ്റ്റ് ആവണം അവൻ. അതുപോലെ അവന്റെ കേപ്പബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ, ആണ് സെൽഫ് എക്സ്പ്രഷനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം അഡ്ജസ്റ്റഡ് ആവണം. Then prize, recognition, the area of school work make the students good, pleasant, and the pupils show achievements in their skill. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്താണ് ടോപ്പർ ആവാന്നുള്ളത്, ക്ലാസ് ടോപ്പർ ആവാന്ന് പറയുന്നത് ഒത്തിരി ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു കാര്യമാണ്, നിസ്സാരാണ് ടോപ്പർ ആവാന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ഒരു അച്ചീവ്മെന്റ് നമ്മളത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു റെക്കഗ്നൈസേഷൻ ആണ്, ഒരു പ്രൈസ് നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ കൈകൊണ്ട് തന്നെ ക്ലാസ് ടോപ്പറിന്റെ പ്രൈസ് കിട്ടുകയാണെങ്കിൽ മേ ബി എന്താ പറയാ ബാച്ച് ടോപ്പർ ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ അത് ഒരു റെക്കഗ്നൈസേഷൻ ആണ്, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ആ ഒരു മൂമെന്റ്. ഇൻ ദ വേർഡ്സ് ഓഫ് ഡോക്ടർ ജാനത കൃഷ്ണ, for the thinking mind is blows, for the art and the science is flourished, the first necessary condition is to well settle the society, provide with the security and leisure. ഞാൻ മലയാളം മീനിങ് ഒന്ന് ജസ്റ്റ് വായിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിന്തിക്കുന്ന മനസ്സുകൾ കലയിലും ശാസ്ത്രത്തിനും വേണ്ടി പൂവണിഞ്ഞാൽ ആദ്യം ആവശ്യമായ സാഹചര്യവും സുരക്ഷിതത്വവും ഒഴിവു സമയം നൽകുന്ന ഒരു നല്ല സമൂഹം. ചില നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, അത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, നിങ്ങളൊക്കെ ഒരു ആർട്ടാണ്, സയൻസ് ആണ്, ഒരു ബ്ലൂസ്, നമ്മളൊരു സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ പൂവ് വിരിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അത്ര ഹാപ്പിനെസ്സോട് കൂടി നമ്മുടെ ഉള്ളിൽ എന്താ ഒരു ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് പറ്റി, ആ ഒരു ലക്ഷ്യം സന്തോഷം കൊണ്ടുവരാൻ പറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Sometimes the high expectation of the parents and teachers provide a stimulant to high performance. പിന്നെ നമുക്ക് ശരിയാണ് കുട്ടികളെ എക്സ്പെക്ടേഷൻ ചെയ്യണം, അവരങ്ങനെ എത്തും എന്നതാവും എന്നൊക്കെ. പക്ഷെ ഹൈ എക്സ്പെക്ടേഷൻ പാടില്ലാത്ത, ഹൈ എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ മേ ബി അത് കുട്ടികളിൽ അത് കുറച്ച് വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. നമ്മൾ ആ രീതിയിൽ വേണം കുട്ടികളെ ചെയ്യേണ്ടത്, എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ എന്റെ കുട്ടികളെ എനിക്ക് നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻ കിട്ടാം. നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബാച്ച് ടോപ്പർ ഒക്കെ ആവാൻ പറ്റിയ നല്ല കുട്ടികൾ ബാച്ചിൽ ഉണ്ടാവും. അപ്പോ നിങ്ങളും നിങ്ങളുടെ മാക്സിമം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ദെൻ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ എന്താ പറയാ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും. അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോ ചെറുപ്പത്തിൽ നമുക്ക് ഡാൻസ് ഒക്കെ പഠിക്കണമെന്നുണ്ടാവും, മേ ബി അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല.
ഏജ് ഒന്നും ഒരു തടസ്സമേ അല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം നേടിയെടുക്കുക. എന്നാൽ മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വീട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ നേടിയെടുക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ ഞാൻ പറയാറുള്ളതാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ആയിട്ട് നിന്നിട്ടുണ്ടാവും, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ആ ഫുൾ സ്റ്റോപ്പ് മാറ്റി ആ ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാം, എഴുതി തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഫുൾ ഈ ഒരു പാരഗ്രാഫ് കൂടെ എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം എല്ലാവരും. ലാസ്റ്റ് പാരഗ്രാഫ് അത്യാവശ്യം കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ മീനിങ് പറഞ്ഞനുസരിച്ച് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, ആ മീനിങ് ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ആ ഫുള്ള് ഡെഫിനേഷൻ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, അതിന്റെ മീനിങ് എന്താണോ അത് മനസ്സിലാക്കാൻ മാത്രം നോക്കാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടെ, റീഡ് ചെയ്തിട്ട് പറയണേ. റീഡ് ചെയ്തോ? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഒന്നും തന്നിട്ടില്ല. നമ്മളിപ്പോ ഏത് ആക്ടിവിറ്റീസ് ലാസ്റ്റ് ചെയ്തത്? ആ ചാർട്ട് പേപ്പറിൽ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ, ഹൈജീൻ ഹാബിറ്റ്? ഹൈജീൻ ഹാബിറ്റ്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തോ? അത് ചെയ്തു, ചെയ്തവരൊക്കെ കാണിച്ചു. സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസോ? ആ ചെയ്തു മാം. ആൽഫബറ്റ് ചാർട്ടോ?
ആൽഫബറ്റ് ചാർട്ട് പറഞ്ഞിട്ടില്ലല്ലോ. സാൻപേപ്പർ. അടുത്ത ആക്ടിവിറ്റി ആൽഫബറ്റ് ചാർട്ട് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ പ്രസ് കാണിച്ചുതരാം എന്താണ് ആൽഫബറ്റ് ചാർട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. സോറി, ജസ്റ്റ് നമ്മൾ കുട്ടികളെ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആൽഫബറ്റ്സ് അല്ലെ. അപ്പൊ അതില് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം, ഒരു ഇമേജ് വേണം. ആ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫോർ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ ഇമേജും ഇതിലിപ്പോ ആപ്പിളും കൂടി ഒന്ന് എഴുതിയിരുന്നെങ്കിൽ അതൊന്ന് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായാണ്. ഓക്കെ, ഇതേപോലെ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇതിനെയാണ് എന്ത് പറയുന്നത്, ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ, ഇതാണ് ആൽഫബറ്റ് ചാർട്ട്. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് വേണം. ആൽഫബറ്റിലെ ഏത് ആൽഫബറ്റിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഇപ്പോ ബിഫോർ ബട്ടർഫ്ലൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേ ബി ബോൾ ആണെങ്കിൽ ആ ബോളിന്റെ ഇമേജ് കൊടുക്കുക, ആ ബോളിന്റെ സ്പെല്ലിങ് ചെറുതായിട്ട് എഴുതാം. പക്ഷെ ആൽഫബറ്റിന്റെ സ്പെല്ലിങ് അത്യാവശ്യം വലുതായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതാം. ഇപ്പൊ ചില കുട്ടികള് ഈ ആൽഫബറ്റ്സിന്റെ ഷീറ്റ് കിട്ടും കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഒട്ടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ ആൽഫബറ്റ്സ് നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കാം. ഏന്നാണെങ്കിൽ എ എഴുതാൻ നോക്കാം, ബി ആണെങ്കിൽ ബി. നിങ്ങൾ എഴുതാൻ നോക്കി എഴുതിയാൽ മതി. പിന്നെ ഇമേജ് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ വരയ്ക്കാം. ഇനി വരയ്ക്കാൻ അധികം അറിഞ്ഞൂടെ, കുറച്ചൊക്കെ വരയ്ക്കുമെങ്കിലും അവരും ട്രൈ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ബാക്കി ഇമേജസ് സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ചെയ്തിട്ടില്ലേ മാം? അതും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ടില്ല മാം. നമ്പേഴ്സേ ചെയ്തിട്ടുള്ളൂ, ഡിജിറ്റ് ചെയ്തില്ല. 1 മിനിറ്റ്, 0 to 9 വരെ ചെയ്തോ? ഇല്ല മാം, അത് സാൻഡ് പേപ്പർ കാർഡിൽ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിരുന്നു മാം, ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ കേട്ടോ, അത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ആക്ടിവിറ്റി ആയിട്ട് തന്നത് A to Z ആണ്. അത് കഴിഞ്ഞിട്ട് നമ്പർ എന്നേ പറഞ്ഞുള്ളൂ. അത് ചെയ്യണം എന്നാന്ന് പറയാത്തോണ്ട് ഞാനും ഈ A to Z സാൻഡ് പേപ്പറിൽ ചെയ്തിട്ടുള്ളൂ, നമ്പേഴ്സ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ആൽഫബറ്റ്സ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ചെയ്തോ? ക്യാപിറ്റലേ ചെയ്തുള്ളൂ മാം. ക്യാപിറ്റൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ മാം. ഓക്കെ, അപ്പൊ ഈ ചാർട്ടൊക്കെ മനസ്സിൽ കളഞ്ഞു ഞാൻ പറയാണ്. ഓക്കെ, ആദ്യം ആൽഫബറ്റ്സ് സ്മോൾ ലെറ്റർ സാൻഡ് പേപ്പറിൽ ചെയ്യാം. ഓക്കെ, സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് സ്മോൾ ലെറ്റേഴ്സ് ചെയ്യാം. ദെൻ നമ്പേഴ്സ് ചെയ്യാം, 0 to 9 നമ്പേഴ്സും ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ തീമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. സാൻഡ് പേപ്പർ നമ്പേഴ്സ് എനിക്ക് തോന്നുന്നു ഗ്രീൻ അല്ലേ? ഗ്രീൻ തീമിൽ വരുന്ന രീതിയിൽ ചെയ്യട്ടോ. അങ്ങനെ മാം പറഞ്ഞില്ലായിരുന്നു ഗ്രീൻ ആണെന്ന് പറഞ്ഞ ഓർമ്മയില്ലല്ലോ. മിസ്സേ, ഞാൻ ഗ്രീനിലല്ല കേട്ടോ ചെയ്തത്, ഞാൻ ക്യാപിറ്റൽ ചെയ്തത്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ളവർ അതേ രീതിയിൽ ചെയ്തോ കേട്ടോ. മാം പറയുന്നതിനനുസരിച്ചാണ് പോകുന്നത്, കുറച്ച് മുമ്പോട്ട് പോയിട്ടില്ല. ഈ നമ്പർ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ മാം. ഇതൊക്കെ ചെയ്യണം എന്നൊരു ലിസ്റ്റ് തന്നിരുന്നു, പക്ഷെ ഇതിന്റെ ഒരു ഇത് എത്തിയിട്ടില്ല. അതെ മിസ്, അന്ന് മിസ് ഫസ്റ്റ് സാൻഡ് പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു. അപ്പൊ പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ A to Z ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നമ്പറും ഉണ്ടാവും സ്മോൾ ലെറ്ററും ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്പറും സ്മോൾ ലെറ്ററും എങ്ങനെയാന്ന് മാം പറഞ്ഞിട്ടില്ല. അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചു. സാൻഡ് പേപ്പറിന് 3 ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാറ്. അപ്പൊ അത് 3 ചെയ്തു എന്നുള്ളത് ഞാൻ വിചാരിച്ചത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സാൻഡ് പേപ്പറിൽ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സും ദെൻ സാൻഡ് പേപ്പർ നമ്പേഴ്സും ചെയ്തു നെക്സ്റ്റ് വീക്കിലേക്ക്. ഇനി ഈ ബുധനാഴ്ചത്തേക്കല്ല, ഈ വരുന്ന വെനസ്ഡേ അല്ല, നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേക്ക് ചെയ്യുമല്ലോ? ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വീക്കായിട്ട് ഓരോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാ വീക്കിലും ഓരോ മെറ്റീരിയൽസ് മാക്സിമം തരാനായിട്ട് നോക്കാം. അതാവുമ്പോ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നേക്കാൾ എളുപ്പമാണ് ഓരോന്നോരോന്നായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സും ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത്, ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. നമ്പേഴ്സ് നമുക്ക് കുട്ടികളോട് 1 + 1
2 equal to അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതലൊക്കെ നമുക്ക് നമ്പേഴ്സ് ഫോം ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. മേ ബി അത് പാർട്ട് 3 എന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ഒന്ന് നേരത്തെ കഴിഞ്ഞത് കൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ഒരാഴ്ച ഫ്രഷ് ആയിട്ട് നമുക്ക് ബുധനാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ് ഞാനാണ്. പറഞ്ഞോടാ സ്നേഹ. മിസ് ഇപ്പം നമ്മൾ പഠിച്ചതിൽ പറഞ്ഞില്ലായിരുന്നോ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം എന്നുള്ളത്. അത് പിന്നെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ഒത്തിരി ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് പേടിയാവും, കുഞ്ഞു കുട്ടികളൊക്കെ. അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നിടത്ത് ഇപ്പം കുട്ടികൾ ക്ലാസ്സിൽ സ്കൂൾ മാറാനും ഒക്കെ എന്ന് വെച്ചാൽ മിസ്സിന് നല്ല സൗണ്ട് അവരെ പഠിപ്പിക്കുന്നത്. അപ്പം പിള്ളേർ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മിസ് ഉറക്കെ പറയും സൈലൻസ്, കീപ് സൈലൻസ് എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് പേടിയാ. അതുകൊണ്ട് പിള്ളേർ പേരൻസിനോട് പറയുവാ ഞങ്ങൾക്ക് സ്കൂള് വേണ്ട, മിസ്സിനെ പേടിയാ, അതുകൊണ്ട് ക്ലാസ്സിൽ വരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ ഇന്ന് എന്നപ്പം ഒത്തിരി പിള്ളേർ കുറവാ ക്ലാസ്സിൽ. അപ്പൊ നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയിട്ട് പോകുമ്പോ നമ്മൾ ഷൗട്ട് ചെയ്യണം, എന്നാൽ പോലും കുറച്ചുകൂടെ സ്നേഹത്തോടെ അവരോട് പെരുമാറുവാണെങ്കിൽ പിള്ളേരുടെ പേടി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അവരെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയും തോന്നി. എന്നാന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് പേടിയുണ്ട്, ടീച്ചറിനെ പേടിയാണ്, അതുകൊണ്ട് പഠിക്കാനും മടിയാണ്. അങ്ങനെ വരുമ്പോ അവരെ കുറച്ച് മോട്ടിവേറ്റും ചെയ്ത് കുറച്ച് സ്നേഹത്തോടെ അവരോട് പെരുമാറുവാണെങ്കിൽ കുട്ടികളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു മേഡം. നമ്മൾ വഴക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സ്നേഹത്തോടെ പെരുമാറി തന്നെ കുട്ടികൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.